കേന്ദ്രഭാഗം കേരളത്തിന്റെ മലഞ്ചെരിവുകളും ചെറുകിട കാട്ടുനിരങ്ങളും മൂടിയുള്ള കൊച്ചിയിലേക്കു കിഴക്ക് കയറുന്ന ഗ്രാമം അരനാഴി. പുറത്തിറങ്ങുന്നവർ ചുരുങ്ങിയ ഈ ഗ്രാമം രാത്രിയാകുമ്പോൾ ഇരുട്ടിന്റെ കൈപ്പു വീഴുന്ന, ഒറ്റപ്പെട്ടവരാകാൻ ആളുകൾ ഭയക്കുന്ന ഒരു സ്ഥലം. പഴയകാലത്തു പറഞ്ഞുതീരാത്ത കഥകൾ, വീട് വിട്ടുപോയവർ, തിരിച്ചു വന്നിട്ടില്ലാത്തവർ, അകലെയുള്ള പാലത്തിൽ അടിയന്തിരമായി മരിച്ചവരുടെ കഥകൾ എല്ലാം അരനാഴിയിൽ അനിവാര്യം. അവനിയുടെ വിവാഹം കഴിഞ്ഞു 3-ാം മാസം. മാമ്മന്റെ വീട്ടിലേക്ക് കുറച്ചു ദിവസം പോകാൻ തീരുമാനിച്ചു. അവളുടെ ഭർത്താവ് രാഹുൽ ജോലിക്ക് വിദേശത്ത്. അവനിയുടെ വീട്ടുകാർ പറഞ്ഞു, രാഹുൽ വരും വരെ ഇവിടെ തന്നെ ഇരിക്കണമേ. അങ്ങോട്ടൊരു പ്രേതക്കേസ് തുടങ്ങി. അരനാഴിയിലെ ആകാശ് വീതിയിൽ രാത്രി പോകരുത്. അവനി കേട്ടു. പക്ഷേ വിശ്വസിച്ചില്ല. നഗരത്തിൽ വളർന്നതാവോ ആ സ്ഥിതിക്ക് അവളത് ഒരു കഥ എന്നു കരുതി. അരനാഴിയിൽ നിന്ന് തെക്ക് 3.5 കിലോമീറ്റർ മുകളിലായി കയറിയാൽ ആകാശ് വീതി. പാതിരാത്രിയിലാകുമ്പോൾ വഴിയിൽ ചാരനിറത്തിലുള്ള തിരശ്ചീനമായ കണങ്ങൾ ഉയർന്നു നീങ്ങുന്നത് പോലൊരു ദൃശ്യമാണ്. പറയുന്നത് ആകാശ് വീതിയിൽ കാൽവെക്കുന്നത് മടങ്ങാൻ പറ്റാത്ത യാത്രയാകും. പക്ഷേ അവനി ആകെയായി തീർച്ചയാക്കി. അയൽവാസി രേവതി കൃത്യമായി പറഞ്ഞു, അവളെ പോയാൽ തിരിച്ചു വരില്ല. നിനക്ക് രാഹുലിനെ കാണണമെങ്കിൽ കാത്തിരിക്കുക. അവസാനം അവനി പോയിരിക്കുന്നു. ഒരു രാത്രിയിലായിരുന്നു. വീട് എല്ലാം ഉറങ്ങിയപ്പോൾ ചില്ലിലൂടെയും ദാരിയിലൂടെയും കാറ്റിന്റെ കവിളുകൾ. അതിനു നടുവിലായി 11 മണിക്ക് അവനി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ചന്ദ്രികയുടെ പ്രകാശത്തിൽ പാത ഒന്നു ദൃശ്യമാകുന്നു. ഇരുട്ട് എല്ലാം മൂടിയിരിക്കുന്നു. ചുറ്റും കൊഴുമ്പുകൾ, തുള്ളുന്ന കനലുകൾ പോലുള്ള പ്രകാശങ്ങൾ. പക്ഷേ അവളൊന്നും തലയിടാതെ നടന്നു. അവളെ നിഴലുകൾ പിന്തുടങ്ങി. വഴിമധ്യേ ആരൊരാൾ പിറകിൽ വിളിച്ചു, വേണ്ട, പോകരുത്, നീ തിരിയവ്. സബ്സ്ക്രൈബ് ചെയ്തു കൂടെ കൂടിക്കോളൂ.